ദീർഘകാല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളിൽപ്പെട്ട ഒരു നിക്ഷേപ മാർഗ്ഗമാണ് മ്യൂച്വൽ ഫണ്ടുകൾ. വലിയൊരു ക്യാപിറ്റൽ നമുക്ക് ആദ്യമേ വേണ്ട, നമ്മുടെ കയ്യിൽ വരുന്ന വരുമാനത്തിനനുസരിച്ച് നമുക്ക് നിക്ഷേപം നടത്താൻ സാധിക്കും എന്നുള്ളതൊക്കെ സാധാരണക്കാരെ കൂടി ഈ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ആകർഷിക്കുന്നുണ്ട്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഒരിക്കലും ഒരു സേഫ് ആയിട്ടുള്ള നിക്ഷേപ മാർഗ്ഗമല്ല. നമ്മുടെ റിസ്ക് പ്രൊഫൈൽ, അതായത് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന റിസ്ക് എത്രയാണോ അതിനനുസരിച്ചും, അതുകൂടാതെ നമ്മുടെ ഗോൾ എന്തുവാണോ അതനുസരിച്ചും നമുക്ക് അനുയോജ്യമായ ഒരു കാറ്റഗറി സെലക്ട് ചെയ്ത് അതിലെ ഫണ്ട് സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം കൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ നമ്മൾ കാണുന്ന മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന എമൗണ്ട് കൂടി നഷ്ടമായേക്കാം. പ്രധാനമായിട്ടും നമുക്ക് രണ്ട് തരത്തിലാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാനായി സാധിക്കുന്നത്. ഒന്നാമത്തേത് ബ്രോക്കർ വഴിയാണ്, രണ്ടാമത്തേത് ഡയറക്റ്റ് ആയിട്ട്. ഈ ബ്രോക്കർ വഴി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നേരത്ത് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഈ ബ്രോക്കർ നൽകും. നമുക്ക് പറ്റിയ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്ത് അതിൽ വേണ്ട മാറ്റങ്ങളൊക്കെ ഇവർ വരുത്തും. പകരം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ടോട്ടൽ എമൗണ്ടിൻ്റെ ചെറിയൊരു വിഹിതം നമ്മൾ ഫീസായിട്ട് ഇവർക്ക് നൽകേണ്ടതായുണ്ട്. രണ്ടാമതായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഡയറക്റ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളത്. ഇന്ന് കൂടുതൽ ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്നത് ഈ ഒരു മെത്തേഡാണ്. അതായത് ഗ്രോ ആപ്പ്, പേടിഎം മണി പോലുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഓൺലൈനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് തന്നെ ബ്രോക്കറിന് കൊടുക്കുന്ന ഒരു ബ്രോക്കറേജ് ഫീ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ റിസ്ക് ഫുള്ളും നമ്മുടെ കയ്യിലാണ്. നമ്മളാണ് നല്ല ഫണ്ട് നോക്കി ചൂസ് ചെയ്യേണ്ടത്, അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം, അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണം. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന എമൗണ്ട് കൂടി നഷ്ടമാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരൊറ്റ കാറ്റഗറിയിൽ, അതായത് ഓഹരി അധിഷ്ഠിത ഫണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതെ ഡൈവേഴ്സിഫൈ ചെയ്ത് വിവിധ കാറ്റഗറി ഓഫ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. അതായത് ഗോൾഡിലും, അതുകൂടാതെ ഇക്വിറ്റിയിലും, അതുകൂടാതെ ഡെപ്റ്റ് ഫണ്ടിലും ഒക്കെ നമ്മുടെ ഒരു റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. കാരണം നല്ല ഫണ്ടുകൾ കണ്ടെത്തണം, അതുകൂടാതെ കുറേയധികം ഫണ്ടുകൾ കാണും ഈ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ഒരു പക്ഷേ അത് ബുദ്ധിമുട്ടായിട്ട് മാറിയേക്കാം. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടിന് പരിഹാരവുമായാണ് ഇപ്പോൾ നമ്മുടെ ഫോൺപേ ആപ്പ് വന്നിരിക്കുന്നത്. നമുക്ക് ഫോൺപേ ആപ്പിൽ കൂടി ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാനായി സാധിക്കും. സൂപ്പർ ഫണ്ട് എന്നാണ് അവർ ഈ ഒരു പ്രൊഡക്റ്റിനെ വിളിച്ചിരിക്കുന്ന പേര്. ഇതൊരു ഹൈബ്രിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ഇതിൽ മ്യൂച്വൽ ഫണ്ടുകളല്ല ഉള്ളത്, മ്യൂച്വൽ ഫണ്ടുകളുടെ കൂട്ടമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഫോൺപേയുടെ പുതിയ പ്രൊഡക്റ്റായ സൂപ്പർ ഫണ്ടിനെ കുറിച്ചാണ്. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാവരെയും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദിത്യ ബിർള സൺ ലൈഫുമായി അസോസിയേറ്റ് ചെയ്താണ് ഫോൺപേ സൂപ്പർ ഫണ്ട് എന്നൊരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അതായത് ഇവരുടെ ഫണ്ട് മാനേജറായിട്ട് വരുന്നത് ആദിത്യ ബിർള സൺ ലൈഫാണ്. നമുക്ക് ഈ ഒരു ഫോൺപേ സൂപ്പർ ഫണ്ടിലൂടെ ഗോൾഡിലും, അതുകൂടാതെ ഓഹരിയിലും, പിന്നെ കടപ്പത്രങ്ങളിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാനായി സാധിക്കും. നമ്മുടെ റിസ്ക് പ്രൊഫൈൽ അഥവാ നമുക്ക് എടുക്കാൻ സാധിക്കുന്ന റിസ്കിന്റെ അടിസ്ഥാനത്തിൽ 3 സൂപ്പർ ഫണ്ടുകളാണ് ഫോൺപേ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കൺസർവേറ്റീവ് സൂപ്പർ ഫണ്ട്, മോഡറേറ്റ് സൂപ്പർ ഫണ്ട്, അഗ്രസീവ് സൂപ്പർ ഫണ്ട് എന്നിവയാണ് 3 സൂപ്പർ ഫണ്ടുകൾ. ഈ ഓരോ സൂപ്പർ ഫണ്ടിലും ഗോൾഡിലും, ഇക്വിറ്റി ഡെപ്റ്റിലും പെട്ട കുറെ അധികം മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഒരു സിംഗിൾ മ്യൂച്വൽ ഫണ്ട് അല്ല, ഒരു മ്യൂച്വൽ ഫണ്ടുകളുടെ കൂട്ടമാണ് ഓരോ സൂപ്പർ ഫണ്ടും. അപ്പോൾ നമ്മുടെ റിസ്ക് പ്രൊഫൈലിനനുസരിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു സൂപ്പർ ഫണ്ട് സെലക്ട് ചെയ്ത് അതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന എമൗണ്ട് ഒരൊറ്റ ഫണ്ടിലേക്കല്ല പോകുന്നത്, അത് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ വിഹിതമായിട്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മൾട്ടിപ്പിൾ കാറ്റഗറിയിലുള്ള ഫണ്ടുകളിലേക്കാണ് പോകുന്നത്. നമ്മൾ റിസ്ക് കുറവുള്ള കൺസർവേറ്റീവ് സൂപ്പർ ഫണ്ട് സെലക്ട് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന എമൗണ്ടിന്റെ ഭൂരിഭാഗവും അലൊക്കേറ്റ് ചെയ്യുന്നത് ഗോൾഡിലേക്കും അതുപോലെ തന്നെ ഡെപ്റ്റിലേക്കുമാണ്. കാരണം അത് റിസ്ക് കുറഞ്ഞ ഒരു കാറ്റഗറിയാണ്. ഇനി നമ്മൾ റിസ്ക് കൂടുതലായിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ അഗ്രസീവ് ആയിട്ടുള്ള സൂപ്പർ ഫണ്ടാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന്റെ ഭൂരിഭാഗം ഇൻവെസ്റ്റ്മെന്റും പോകുന്നത് ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളിലേക്കായിരിക്കും. കാരണം ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളാണ് നമുക്ക് കൂടുതൽ റിട്ടേൺ നൽകുന്നത്. കൂടുതൽ റിട്ടേൺ നൽകുന്നത് കൊണ്ട് തന്നെ അതിന്റെ റിസ്ക് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഈ ഓരോ സൂപ്പർ ഫണ്ടും എക്സ്പെർട്ട് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് ആണ് മാനേജ് ചെയ്യുന്നത്. അവർ നമ്മളുടെ നിക്ഷേപം മോണിറ്റർ ചെയ്യുകയും അതിൽ മാർക്കറ്റിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. നമ്മൾ ജസ്റ്റ് നമ്മുടെ റിസ്ക് പ്രൊഫൈലിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സൂപ്പർ ഫണ്ട് സെലക്ട് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ മാത്രം മതിയാകും. ആ ഒരു സൂപ്പർ ഫണ്ടിൽ അലക്വേറ്റ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തുക വീതിച്ച് പോവുകയും ഈ ഫണ്ട് മാനേജേഴ്സ് ഇത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുകയും വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. ഈ ഒരു സൂപ്പർ ഫണ്ടിന്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മിനിമം 500 രൂപ മുതൽ നമുക്ക് ഈ ഒരു ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും ഈ ഒരു സൂപ്പർ ഫണ്ടിൽ നിക്ഷേപം നടത്തി ലോങ് ടൈമിൽ നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുവാനായി സാധിക്കും. നമ്മൾ
നമുക്ക് സാധാരണ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പോലെ രണ്ട് രീതിയിൽ ഈ ഒരു സൂപ്പർ ഫണ്ടിൽ നിക്ഷേപം നടത്താം. SIP ആയിട്ട് നിക്ഷേപം നടത്താം, ഇല്ലെങ്കിൽ ഒറ്റത്തവണ ഒരു ലംസം എമൗണ്ടുമായിട്ടും നിക്ഷേപം നടത്തുവാനായി സാധിക്കും. ഈ ഒരു സൂപ്പർ ഫണ്ടിൽ ലോക്കിൻ പീരീഡ് ഒന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിലാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 1% എക്സിറ്റ് ലോഡ് ചാർജ് ആയിട്ട് നൽകണം. ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ യാതൊരുവിധ എക്സിറ്റ് ലോഡും നൽകേണ്ടതായില്ല. ഇനി നമുക്ക് ഓരോ സൂപ്പർ ഫണ്ട് നോക്കാം. ഒന്നാമത്തെ സൂപ്പർ ഫണ്ടാണ് കൺസർവേറ്റീവ് സൂപ്പർ ഫണ്ട് എന്ന് പറയുന്നത്. ഇത് ബിഗിനർ ആയിട്ടുള്ള ഒരാളെ ഉദ്ദേശിച്ചാണ്. റിസ്ക് കുറവാണ്, അതുപോലെ തന്നെ റിട്ടേണും കുറവായിരിക്കും. നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന പൈസയുടെ ഭൂരിഭാഗവും പോകുന്നത് ഡെപ്റ്റിലേക്കും അതുപോലെ തന്നെ ഗോൾഡിലേക്കുമായിരിക്കും. ചെറിയൊരു വീതം മാത്രമായിരിക്കും റിസ്ക് കൂടുതലുള്ള ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നത്. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് സൂപ്പർ ഫണ്ടാണ് മോഡറേറ്റ് സൂപ്പർ ഫണ്ട് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഈ ഓഹരി വിപണിയും അതുപോലെ തന്നെ അതിലെ നഷ്ടസാധ്യതകളെ പറ്റിയൊക്കെ അറിവുള്ള ഒരാളെ ഉദ്ദേശിച്ചാണ്. ഇൻവെസ്റ്റ്മെന്റ് ഒന്നും തുടങ്ങിയിട്ടില്ല, പക്ഷേ ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിക്ഷേപം നടത്തുവാൻ സാധിക്കുന്ന ഒരു ഫണ്ടാണ് ഈ ഒരു മോഡറേറ്റ് സൂപ്പർ ഫണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഫണ്ട് നമുക്ക് താരതമ്യേന നല്ലൊരു റിട്ടേണും നൽകുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ നല്ലൊരു സേഫ്റ്റിയും നൽകുന്നുണ്ട്. മൂന്നാമത്തെ ഫണ്ടാണ് അഗ്രസീവ് സൂപ്പർ ഫണ്ട് എന്ന് പറയുന്നത്. ഇത് ഓഹരി വിപണിയിലേക്ക് നിക്ഷേപം നടത്തി പരിചയമുള്ള ഒരാളെ ഉദ്ദേശിച്ചുള്ളതാണ്. അതായത് റിസ്ക് ഹൈ ആയിരിക്കും. ഈ ഒരു ഫണ്ടിൽ നിക്ഷേപം നടത്തുന്ന എമൗണ്ടിന്റെ ഭൂരിഭാഗവും അലൊക്കേറ്റ് ചെയ്യുന്നത് ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളിലാണ്. അതുകൊണ്ട് തന്നെ റിസ്ക്കും കൂടുതലായിരിക്കും, നമുക്ക് കിട്ടുന്ന റിട്ടേണും കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഫോൺപേ സൂപ്പർ ഫണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫോൺപേ ആപ്പിലൂടെ ഈ ഒരു സൂപ്പർ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത് എന്ന് നോക്കാം. നിങ്ങൾ ഫോൺപേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫോൺപേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺപേ ആപ്പിൽ നിങ്ങളൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഫോൺപേ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഹോം സ്ക്രീനിൽ തന്നെ ഫീച്ചർ എന്ന് പറഞ്ഞ സെക്ഷനിൽ സൂപ്പർ ഫണ്ട് എന്ന് കാണുവാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. സൂപ്പർ ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് വ്യൂ സൂപ്പർ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഈ പറഞ്ഞ പോലെ റിസ്ക് പ്രൊഫൈലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് സൂപ്പർ ഫണ്ട് കാണുവാനായി സാധിക്കും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ 3 ഇയർ ആവറേജ് റിട്ടേൺ കൊടുക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ അത് റിസ്ക് ഫാക്ടറും അതുകൂടാതെ തന്നെ അത് ഓഹരി വിപണിയിൽ എത്ര ശതമാനമാണ് നിക്ഷേപം നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായി സാധിക്കും. കൺസർവേറ്റീവ് സൂപ്പർ ഫണ്ട് നോക്കുവാൻ നേരത്ത് അതിൻ്റെ 3 ഇയർ ആവറേജ് ഒരു വാർഷിക റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു 10% ഈ ഒരു ഫണ്ടിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് ലോ റിസ്ക് ആണ്. അപ് ടു 45% നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടും അലൊക്കേറ്റ് ചെയ്യുന്നത് ഇക്വിറ്റി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളിലേക്കാണ്, അതായത് ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടിലേക്കാണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് മോഡറേറ്റ് സൂപ്പർ ഫണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു 3 ഇയർ ആവറേജ് വാർഷിക റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 11.41%. അതിൻ്റെ റിസ്ക് നോക്കാൻ നേരത്ത് ഒരു ആവറേജ് റിസ്ക് ആണ്. ഈ ഒരു സൂപ്പർ ഫണ്ട് അതിൻ്റെ 65% ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടും അലൊക്കേറ്റ് ചെയ്യുന്നത് ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളിലാണ്. അടുത്ത ഒരു സൂപ്പർ ഫണ്ടാണ് അഗ്രസീവ് സൂപ്പർ ഫണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു 3 ഇയർ ആവറേജ് വാർഷിക റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 12%. റിസ്ക് ഫാക്ടർ കൊടുത്തിരിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ ഹൈ റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ അതിന് 85% ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടും അലൊക്കേറ്റ് ചെയ്യുന്നത് ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളിലേക്കാണ്. നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന റിസ്ക് പ്രൊഫൈലിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു സൂപ്പർ ഫണ്ട് സെലക്ട് ചെയ്യുക. ഞാൻ എക്സാമ്പിളായിട്ട് മോഡറേറ്റ് സൂപ്പർ ഫണ്ട് സെലക്ട് ചെയ്തു. മോഡറേറ്റ് സൂപ്പർ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. മുകളിലായിട്ട് നമുക്ക് ആദ്യം കണ്ട പോലെ ഒരു 3 ഇയർ ആവറേജ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു 5 ഇയർ ആവറേജ് റിട്ടേൺ, പിന്നെ അതിന് മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എത്രയാണോ അത് കൊടുത്തിട്ടുണ്ട്. 500 ആണ് ഇതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഫണ്ട് മാനേജർ ചെയ്യുന്ന ആരാണ്, ആദിത്യ ബിർള സൺ ലൈഫ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ഈ ഒരു സൂപ്പർ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഏതൊക്കെയാണ് അതൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമുക്കിവിടെ കാണാം ഇക്വിറ്റി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അതുകൂടാതെ ഗോൾഡ് അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഡെപ്റ്റ് ഫണ്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു സൂപ്പർ ഫണ്ടിനുള്ളിൽ തന്നെ നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടും ഗോൾഡ് മ്യൂച്വൽ ഫണ്ടും അതുകൂടാതെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടും കാണുവാനായി സാധിക്കും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന എമൗണ്ട് ഈ ഒരു ഫണ്ടുകളിലേക്കൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്തായിരിക്കും ഈ ഒരു ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന എമൗണ്ടിൻ്റെ എത്ര ശതമാനമാണ് ഈ ഓരോ ഫണ്ടിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫണ്ടിലുള്ള ആദിത്യ ബിർള സൺ ലൈഫിൻ്റെ ഒരു ETF ഫണ്ട് ഉണ്ട്. ആ ഒരു ഫണ്ടിലേക്ക് ഏകദേശം 12.77% അലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കൊടക് സ്റ്റാൻഡേർഡ് മൾട്ടി ക്യാപ് ഫണ്ട് ഉണ്ട്, അതിലേക്ക് ഏകദേശം ഒരു 12% അലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൂപ്പർ ഫണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓരോ മ്യൂച്വൽ ഫണ്ടിലും എത്ര ശതമാനം എമൗണ്ട് അലൊക്കേറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണുവാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡ് നോക്കാൻ നേരത്ത് അതിൻ്റെ ഒരു 3 ഇയർ വാർഷിക റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു റിട്ടേൺ കാൽക്കുലേറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പീരീഡ് സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ഒരു പീരീഡിൽ ഈ ഒരു സൂപ്പർ ഫണ്ട് നൽകുന്ന ഒരു ആവറേജ് റിട്ടേൺ നമുക്ക് അറിയുവാനായി സാധിക്കും. ഏകദേശം നമ്മൾ 1 ലക്ഷം രൂപ 3 വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ 3 വർഷം കഴിയുവാൻ നേരത്തെ ഏകദേശം 1,38,284 രൂപ നമുക്ക് തിരികെ കിട്ടും. ഈ ഒരു 1 ലക്ഷം രൂപ തന്നെ നമ്മൾ 10
വർഷത്തേക്കാണ് നമ്മൾ നിക്ഷേപം നടത്തുന്നതെങ്കിൽ ഏകദേശം 2,95,400 രൂപ നമുക്ക് തിരികെ കിട്ടും. ഈ രീതിയിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ നിക്ഷേപം നടത്തുവാൻ ഉദ്ദേശിക്കുന്ന പീരീഡ് സെലക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണെന്ന് അറിയുവാനായി സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായി സാധിക്കും. ഈ ഒരു ഫണ്ടിലുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്, ഇത് ലോഞ്ച് ചെയ്ത ഇയർ, അതുകൂടാതെ തന്നെ ഇതിൻ്റെ റിസ്ക് ഫാക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെ അറിയുവാനായി സാധിക്കും. പിന്നെ അതിൻ്റെ എക്സിറ്റ് ലോഡ് ചാർജും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫണ്ടുകളിലൊക്കെ തന്നെ 3 ഇയർ ആവറേജ് റിട്ടേൺ, 5 ഇയർ ആവറേജ് റിട്ടേൺ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പ്രീവിയസ് ഇയറിലെ ആ ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് അനുസരിച്ചുള്ള ഒരു റിട്ടേൺ ആണ്. ഫ്യൂച്ചറിൽ ഈ ഒരു ഫണ്ട് ആ രീതിയിൽ തന്നെ പെർഫോം ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. ഇത് റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ ഓരോ സൂപ്പർ ഫണ്ട് സെലക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റിട്ടേൺ പെർസെൻറ്റേജ്, അതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്, ഈ ഒരു സൂപ്പർ ഫണ്ട് ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, എത്ര ശതമാനമാണ് അലൊക്കേറ്റ് ചെയ്യുന്നത്, ആ ഒരു ഫണ്ടിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് യോജിച്ച ഒരു സൂപ്പർ ഫണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ടു ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് നമുക്ക് അതിൻ്റെ ഒരു 3 ഇയർ ആവറേജ് റിട്ടേൺ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് ഏതാണ് അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ മന്ത്ലി SIP ആയിട്ട് നിക്ഷേപിക്കാം, ഇല്ലെങ്കിൽ വൺ ടൈം ഒരു ലംസം എമൗണ്ട് ആയിട്ട് നിക്ഷേപിക്കാം. SIP ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡേറ്റിനാണ് നിങ്ങൾക്ക് SIP വേണ്ടത് എന്ന് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എക്സാമ്പിളായിട്ട് എല്ലാ മാസവും 12-ാം തീയതിയും ആണ് നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധിക്കുമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം പോയിക്കോളും. ഇല്ലെങ്കിൽ ഈ ഒരു ഫോൺപേ ആപ്പിൽ റിമൈൻഡർ വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൺ ടൈം ആയിട്ട് ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. വൺ ടൈം ആണെങ്കിൽ വൺ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എമൗണ്ട് അടിച്ചു കൊടുക്കുക. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 500 രൂപയാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് നമ്മുടെ പാൻ ഡീറ്റെയിൽസ് അവർ ചോദിക്കും. കാരണം നമ്മുടെ KYCയും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ നേരത്ത് നമുക്ക് വേറൊരു വിൻഡോ വരും. ആ വിൻഡോയിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നമ്മുടെ ജെൻഡർ, നമ്മുടെ ഇൻകം റേഞ്ച്, അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇൻവെസ്റ്റ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആവും. ഈ രീതിയിൽ നമുക്ക് ഫോൺപേ സൂപ്പർ ഫണ്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാനായി സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഫോൺപേയുടെ സൂപ്പർ ഫണ്ടിനെ പറ്റിയുള്ള വിവരങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കണമെങ്കിൽ ഈ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി